മറന്നിട്ടുണ്ടാവില്ല മലയാളികൾ ഈ മനുഷ്യനെ, നിത്യ യൗവനമാർന്ന ഈ പാട്ടിനെയും. ഈ വിരൽത്തുമ്പിൽ നിന്ന് ഊർന്നു വീണ സംഗീതത്തെയും മറക്കാൻ ആവുകയില്ല നമുക്ക്. കൈരളിയുടെ സംഗീത നഭസിൽ ഒരു കാലത്ത് ഏറ്റവും പ്രശോഭിതമായിരുന്ന നക്ഷത്രമായിരുന്നു ഈ മനുഷ്യൻ. ചന്ദന സുഗന്ധികളായ ഒരുപിടി മധുരഗാനങ്ങൾ മലയാളത്തിന് സമ്മാനിച്ച കലാകാരൻ. കാതോട് കാതോരം ഹൃദയരാഗങ്ങൾ കേൾപ്പിച്ച ഈ ഗാനശില്പിയെ നാം അറിയും ആലപ്പി രംഗനാഥനെ. കലാലോകത്തെ ബഹുമുഖ പ്രതിഭയായിരുന്നു ഈ മനുഷ്യൻ. ഇവിടെ പുതിയ കാലത്തിന്റെ പൂമുഖത്തിണ്ണയിലിരുന്ന് ഓർമ്മകളിലേക്ക് മെഴുനീട്ടുകയാണ് ആലപ്പി രംഗനാഥ്. പരമ്പരയായി കിട്ടിയതാണ് സംഗീതം. അച്ഛൻ, അച്ഛൻ്റെ അച്ഛൻ, അമ്മ, അമ്മയുടെ അമ്മ, അവിടം തൊട്ട് സംഗീത സപര്യ ചെയ്യുന്ന കുടുംബാംഗങ്ങളായിരുന്നു. അങ്ങനെ എൻ്റെ അച്ഛനും ഒരു പ്രസിദ്ധ സംഗീതജ്ഞനായിരുന്നു. വേഴപ്ര കുഞ്ഞു കുഞ്ഞു ഭാഗവതർ എന്ന പേരിൽ അറിയപ്പെട്ട ഒരു സംഗീതജ്ഞനായിരുന്നു. അദ്ദേഹം സിനിമാവേദിയിലോ മറ്റ് കലാവേദികളിലോ പ്രത്യക്ഷപ്പെട്ടു വന്ന ഒരു കൊമേഴ്സ്യൽ കലാകാരനല്ലായിരുന്നു. തികച്ചും ഒരു സംഗീത അധ്യാപകനായിട്ട് ജീവിതം ഒഴിഞ്ഞു വെച്ച് ജീവിതം പര്യവസാനിപ്പിച്ച ഒരു സംഗീതജ്ഞനായിരുന്നു. അപ്പം അച്ഛനും അമ്മയും സംഗീതജ്ഞരായി, ഞങ്ങൾ മക്കളും സംഗീതജ്ഞരും സംഗീതോപകരണ വാദകരും നൃത്തക്കാരും എന്ന് വേണ്ട ഏതാണ്ട് 2-3 കലകൾ ശാസ്ത്രീയമായി അഭ്യസിക്കാൻ ബാല്യത്തിലെ ഇടയായി. അതിനുള്ള വാസനയും ഉണ്ടായിരുന്നു. അങ്ങനെ ആ ബാല്യകാലവും പാരമ്പര്യവുമാണ് എന്നെ ഈ സംഗീതജ്ഞനായി ഇന്നും ജീവിപ്പിക്കുന്നത്. സംഗീതബോധം മാത്രമല്ല, സാഹിത്യ അഭിരുചി കൂടി ചേർത്ത് വയ്ക്കപ്പെട്ടതാണ് രംഗനാഥിന്റെ കലാജീവിതം. നല്ല എഴുത്തുകാരനുമായിരുന്നു ഇദ്ദേഹം. കലാലോകത്തേക്കുള്ള കാൽവയ്പ് പാട്ടുകൾ സ്വന്തമായി എഴുതി അവയ്ക്ക് സംഗീതം നൽകിയായിരുന്നു. ഇമ്പമുള്ള പാട്ടുകൾ കേൾപ്പിച്ച് അനുവാചക ഹൃദയങ്ങളെ ആഹ്ലാദിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്തു രംഗനാഥ്. SSLC കഴിഞ്ഞ് ഞാൻ മലയാളം വിദ്വാൻ പഠിക്കുന്ന കാലഘട്ടത്തിലെ ഈ സാഹിത്യവാസന കൂടെ എനിക്കുണ്ടായിരുന്നതുകൊണ്ട് രചനയും സംഗീതവും എന്ന രീതിയിൽ ആ വിങ്ങിലാണ് ഞാൻ പ്രവർത്തിച്ചു വന്നത്. അപ്പോൾ ഏതാണ്ട് 68 കാലഘട്ടത്തിൽ 67-68 കാലഘട്ടത്തിൽ തുടങ്ങി നാടകഗാനങ്ങൾ എഴുതി സംഗീത സംവിധാനം ചെയ്യുന്ന ഒരു റൂട്ടിലാണ് ഞാൻ തിരഞ്ഞെടുത്തത്. തികച്ചും ഒരു ഗായകനായി അത് മാത്രമായി മുമ്പോട്ട് പോകാഞ്ഞതിന് ഉപോത്ബലകമായ ഒരു കാര്യമുണ്ട്. അതിന് ഒരു ഗായകന് വേണ്ടുന്ന അത് ഏറ്റവും മധുരമായ ശബ്ദമാണ്. എൻ്റെ ശബ്ദം വളരെ മധുരമാണെന്നൊരു വിശ്വാസം എനിക്കില്ല, ഒരു വിലയിരുത്തൽ എനിക്കില്ല. ഒരു ന്യായമായ ശബ്ദക്കാരൻ. അപ്പോൾ ആ ശബ്ദം കൊണ്ട് നമ്മുടെ വലിയ ഗായക നിരയിലേക്ക് വന്നെത്തുവാൻ കഴിയുമോ എന്നൊരു സംശയമുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മുടെ കഴിവ് എങ്ങനെ സ്വരൂപിച്ചെടുക്കാമെന്ന് ചിന്തിച്ചപ്പോൾ അത് ഈ സംഗീതവും സാഹിത്യവും കൂടെ സമരസപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു യാത്രയാകട്ടെ എന്ന് തീരുമാനിച്ചു.